അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. എനിക്കറിയാവുന്ന ഒരു ജോണി സഹോദരൻ, കൊല്ലം സ്വദേശിയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരന് ദൈവം 9 മക്കളെ കൊടുത്തായിരുന്നു. 4 മക്കൾ മരിച്ചു. ഇപ്പോൾ 5 മക്കളാണുള്ളത്, എല്ലാം പെൺമക്കൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേറ്റം പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മനുഷ്യൻ, വർക്ക്ഷോപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ്. ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഒരു വിവാഹ സദ്യയൊക്കെ നടക്കുമ്പോൾ ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നു അത്രേ, കല്യാണം ക്ഷണിച്ചിട്ട് പറയും, നീയും ഭാര്യയും മാത്രം വന്നാൽ മതി കേട്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ്ട. കാരണം വരുമ്പോൾ ഒരു സംഘമുണ്ട്. ഈ ഭാര്യയും ഭർത്താവ് ഒത്തിരി വേദനിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടു ചെല്ലണ്ട, ദൈവം തന്ന കുഞ്ഞുങ്ങളെ കൊണ്ടു ചെല്ലണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ മക്കള്, മൂത്ത മകള് +2 പഠിച്ചു കഴിഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണം, അതിന് എൻട്രൻസ് എക്സാം പാസ്സാകണം, അതിന് പഠിക്കണം. നല്ല പണമൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. മോളെ, നമ്മളെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല. അവളെങ്ങനെയോ നെറ്റിലൂടെ ഉക്രൈനിൽ കുറഞ്ഞ ചാർജിന്, അധികം ഫീസൊന്നുമില്ല, പഠിക്കാൻ പറ്റും. ഉക്രൈനിൽ പോയാൽ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ, അവൾ ഉക്രൈനിൽ ഡോക്ടറാകാൻ പഠിക്കാനായിട്ട് ഈ ലോണൊക്കെ എടുത്ത്, എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് ഉക്രൈനിൽ പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ മകളും ഹയർ സെക്കൻഡറി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കും ആഗ്രഹം, എനിക്കും ഉക്രൈനിൽ പോകണം, ഡോക്ടറാകണം. അവൾക്കും ഈ മനുഷ്യൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. മൂന്നാമത്തെ മകളും ഹയർ സെക്കൻഡറി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കും ആഗ്രഹം, എനിക്കും ഉക്രൈനിൽ പോകണം, എനിക്കും ഡോക്ടറാകണം. അവളുടെ പേരിലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകള് ഡോക്ടറേറ്റ് പഠിച്ച് തിരിച്ചു വന്നു. കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൾ വിവാഹം ചെയ്തു. ഇന്ന് 2 പേരും ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ മകള് പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുന്നു, ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അവളുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിലുള്ള ഒരു വ്യക്തി, അവിടെ ജോലി ചെയ്യുന്നൊരു വ്യക്തി അവൾ വിവാഹം ചെയ്യാൻ എല്ലാം നിശ്ചയം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. മൂന്നാമത്തെ മകള് പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. നാലാമത്തെ മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അഞ്ചാമത്തെ കൊച്ച് 5-ലോ 6-ലാണ്. അതിനോട് ചോദിച്ചു, നിനക്കും ഡോക്ടറാകണ്ടേ, നിനക്ക് ഉക്രൈനിൽ പോകണ്ടേ? അപ്പോഴവൾ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും ഡോക്ടറായാൽ എങ്ങനെയാണ് ശരിയാകുക, അതുകൊണ്ട് ഞാൻ ഡോക്ടറാകുന്നില്ല, കർത്താവിന് ഒരാളെങ്കിലും വേണം, ഞാൻ സിസ്റ്ററാകാൻ പോകുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സിസ്റ്ററാകാൻ പോകുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് അവരുടെ കുടുംബങ്ങളിൽ ഒരു സദ്യ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ പറയും. പണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആ വീടുകളിൽ ഇവർ ചെന്ന് കഴിയുമ്പോൾ വലിയ അഭിമാനത്തോടെ നേരത്തെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞവർ പറയുക, ഇതെൻ്റെ സഹോദരിയുടെ മോളാ, ഡോക്ടറാ, ഉക്രൈനിൽ പഠിച്ചതാ, ഇതെൻ്റെ സഹോദരിയുടെ മോളാ. പ്രിയമുള്ളവരെ,
കുടുംബത്തിൽ അങ്ങേയറ്റം സഹനങ്ങളുണ്ടായപ്പോൾ ഈ ജോണി സഹോദരന്റെ ഭാര്യ തമ്പുരാന്റെ ബലിപീഠത്തിന് മുൻപിൽ പോയിരുന്നു. ഈ 5 മക്കളെയും സമർപ്പിച്ച് വേദനകൾ പങ്കുവെച്ച് തന്റെ സഹനത്തെ തമ്പുരാനോട് പറഞ്ഞപ്പോൾ ആ ബലിപീഠത്തിൽ നിന്ന് ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജോണിയോ ഭാര്യയോ ആത്മഹത്യ ചെയ്യാൻ പോയില്ല. ജോണിയോ ഭാര്യയോ ഒളിച്ചോടാൻ പോയില്ല. എത്രയോ വ്യക്തികൾ ഒളിച്ചോടാൻ നോക്കുന്നു, എത്രയോ വ്യക്തികൾ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. ഒരുപക്ഷെ ഇന്ന് എന്നിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ജീവിതത്തിലെ സഹനത്തിൽ ഒളിച്ചോടാൻ തയ്യാറായവരുണ്ടാകാം. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തവരുണ്ടാകാം. ഒരുപക്ഷെ സഹനങ്ങളിൽ മദ്യപിക്കുന്നവരുണ്ടാകും. സത്യമായി പറയട്ടെ, നീ ഒളിച്ചോടി ചെല്ലുന്നിടത്തോ, നീ ആത്മഹത്യ ചെയ്യുമ്പോഴോ, നീ മദ്യശാലിക്കാരിൽ നിന്ന് മദ്യപിക്കുമ്പോഴോ അവിടെയൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹനങ്ങളിൽ അനുഗ്രഹം ഇറങ്ങി വരുന്ന തമ്പുരാന്റെ ബലിപീഠത്തിന് മുൻപിലിരുന്ന് നിന്റെ സഹനങ്ങൾ തമ്പുരാനോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹന്നായെ പോലെയാകണം, ഹാഗാറെ പോലെ ആകരുത്. പിടിക്കുന്ന ഒരു വ്യക്തിയും ഹാഗാറെ പോലെ ആകരുത്, ഹന്നായെ പോലെയാകണം. സഹനങ്ങളെ പറ്റി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ദൈവത്തിലുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും നിലനിർത്തുക. കൈയടിച്ച് തമ്പുരാന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും നിലനിർത്തുക. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ചില വ്യക്തികളോ സഹനത്തിൽ നിന്ന്, പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, ഈ സഹനത്തിൽ ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെടുത്തും, ദൈവത്തിൽ നകലും. ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സമ്മേളനം നടക്കുന്നു. അധ്യക്ഷൻ ദൈവമാണ്. മാലാഖമാർ വരുന്നു, കൂടെ സാത്താനും വരുന്നു. ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. ദൈവം ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ? കണ്ടോ? സത്യസന്ധൻ, നിഷ്കളങ്കൻ, ദൈവഭയമുള്ളവൻ, പാപത്തെ വിട്ട് ജീവിക്കുന്നവൻ. ഇങ്ങനെ ജോബിനെ പോലെയുള്ള വേറെ ആരെങ്കിലും കണ്ടോ? സാത്താൻ പറഞ്ഞു, നീ ജോബിനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വലിയ വേലിക്കെട്ടുണ്ടാക്കി വെച്ച് സുരക്ഷിത നൽകിയിരിക്കുന്നു, വിജയം നൽകിയിരിക്കുന്നു, സാമ്പത്തിക ഉയർച്ച നൽകിയിരിക്കുന്നു. നീ അവന് സഹനങ്ങൾ കൊടുത്തേ, അപ്പോൾ കാണാം അവൻ നിന്നെ വിട്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചോദിച്ചു, ഞാൻ എന്ത് സഹനമാണ് അവന് കൊടുക്കേണ്ടത്? 3 സഹനങ്ങളാ സാത്താൻ ആവശ്യപ്പെട്ടത്. 1 സാമ്പത്തിക തകർച്ച, 2 മക്കള്, 3 ശരീരത്തിലെ രോഗം. ഒന്ന് ഹല്ലേലൂയ പറയോ. ഇത് 3 മനുഷ്യന്റെ 3 സ്വപ്നങ്ങളാണ്. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ 3 സ്വപ്നങ്ങളാണുള്ളത്. 1 സമ്പത്ത്. ഏത് മനുഷ്യനും ജീവിക്കുന്നത് കുറെ സമ്പത്തുണ്ടാക്കണം, സുഖിക്കണം. മനുഷ്യന്റെ 1-ാമത്തെ ലക്ഷ്യം സമ്പത്താണ്. പ്രിയമുള്ളവരെ, 1-ാമത്തെ സ്വപ്നം സമ്പത്താണ്. ജോബിന്റെ 1-ാമത്തെ സ്വപ്നത്തിൽ സാത്താൻ കയറി പിടിച്ചു. ദൈവം അനുവദിച്ചു, നീ ജോബിന്റെ സമ്പത്തിന് മേൽ കൈവച്ചു, പക്ഷേ അവന്റെ ശരീരത്തിൽ നീ കൈവയ്ക്കരുത്. പ്രിയമുള്ളവരെ, സാത്താൻ ജോബിന്റെ സമ്പത്തിന്റെ മേൽ കൈവയ്ക്കുന്നു. ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ജോബ് എന്ത് പറഞ്ഞു? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ 1-ാമത്തെ സ്വപ്നം സമ്പത്താണ്, അതും തകർന്നടിയാം. ഒന്ന് ഹല്ലേലൂയ പറയോ. പിശാച് ആവശ്യപ്പെട്ട 2-ാമത്തെ സഹനം, ജോബിന്റെ മക്കളുടെ മേൽ കൈവയ്ക്കാൻ എന്നെ അനുവദിക്കുക. ജോബിന്റെ 2-ാമത്തെ സ്വപ്നം അവന്റെ മക്കളാണ്. ഏത് മനുഷ്യന്റെ ജീവിതത്തിലെ 2-ാമത്തെ സ്വപ്നം മക്കളാണ്. അതിന്റെ മേല സാത്താൻ കൈവച്ചത്. അവന്റെ മക്കളുടെ മേൽ കൈവയ്ക്കാൻ എന്നെ അനുവദിക്കുക. ദൈവം പറഞ്ഞു, മക്കളുടെ മേൽ കൈവച്ചോ, അവന്റെ ശരീരത്തിൽ കൈവച്ചേക്കരുത്. ജോബിന്റെ മക്കളെല്ലാവരും മരിച്ചുപോയി. 2-ാമത്തെ തകർച്ച ജോബിന്റെ ജീവിതത്തിൽ. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. 3-ാമത്തെ തകർച്ച സാത്താൻ ചോദിച്ചത്, അവന്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ എന്നെ അനുവദിക്കുക. ദൈവം പറഞ്ഞു, അവന്റെ ശരീരത്തിൽ കൈവച്ചോ, പക്ഷേ അവന്റെ ജീവന്റെ മേൽ നീ കൈവച്ചേക്കരുത്.
ജോബിന്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നു. പിന്നെ ഒരു ഒറ്റ വ്രണമായി തീരുന്നു. ഈ 3 സഹനങ്ങളിൽ ജോബ് എന്ത് പറഞ്ഞു? ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 20 മുതൽ 22 വരെ വചനങ്ങൾ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ പിൻവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ് എഴുന്നേറ്റ് ശിരസ്സ് മുണ്ഡനം ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ച് ഇപ്രകാരം പറഞ്ഞു: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ പിൻവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ജോബിന്റെ വാക്കുകൾ ഇതാ. പ്രിയമുള്ളവരെ, സഹനങ്ങളിൽ ജോബിന് ഇപ്രകാരം പറയാൻ സാധിച്ചു. അതിന്റെ അർത്ഥം എന്താ? ജോബ് സഹനങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയും നിലനിർത്തി. പ്രൈസ് ദി ലോർഡ്. ജോബ് ഒളിച്ചോടിയില്ല, ആത്മഹത്യക്ക് ശ്രമിച്ചില്ല. ജോബ് മദ്യശാലയിൽ പോയിരുന്നു, മദ്യപിച്ചില്ല. ജോബ് പറഞ്ഞു: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ജോബ് ഒരു കുറവും വരുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് ദൈവത്തിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഒരു കുറവും ഞാൻ വരുത്തുകയില്ല. അതതിന്റെ വെളിപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ പറയും: അച്ഛോ, ഈ ജോബ് പറഞ്ഞു ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ഇത് അച്ഛനെ പ്രസംഗിക്കാൻ എളുപ്പ. ശരി, എനിക്ക് പ്രസംഗിക്കാൻ എളുപ്പ. അച്ഛോ, ഇത് ബൈബിളിൽ വായിക്കാൻ എളുപ്പ. അത് ശരിയാ. ഇത് ബൈബിളിൽ അടിവരയിടാൻ എളുപ്പ. അത് ശരിയാ. പക്ഷെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് അച്ഛോ. സത്യം പറയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പറയാൻ സാധിക്കും. മറ്റൊരു വ്യക്തി കാണുന്നില്ലേ? പൂർവ്വപിതാവായ ജോസഫ്. യാക്കോബിന്റെ വാർദ്ധക്യത്തിൽ ദൈവം യാക്കോബിന് കൊടുത്ത ജോസഫ്. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. സഹനം അവിടുന്ന് പൊക്കിയെടുത്ത് പൊത്തിഫാറിന് അടിമയായിട്ട് വിറ്റു. അത് സഹനം. പൊത്തിഫാറിന്റെ വീട്ടിൽ അടുക്കള പണി ചെയ്യുമ്പോൾ ശരീരത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ചവനാ ജോസഫ്. ഒന്ന് ഹല്ലേലൂയ പറയോ. അങ്ങനെ ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ശാരീരിക വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ പൊത്തിഫാറിന്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് അവന്റെ ഭാര്യയിലൂടെ ഇവന്റെ അടുക്കിലേക്ക് വിശുദ്ധി നഷ്ടപ്പെടുത്താൻ സാത്താൻ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊത്തിഫാറിന്റെ ഭാര്യ ജോസഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. ജോസഫ് തിരിഞ്ഞു നോക്കി. തന്റെ യജമാനന്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. ഞാൻ കാത്തു സൂക്ഷിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്താൻ യജമാനന്റെ ഭാര്യ ഇതാ തയ്യാറായിരിക്കുന്നു. ഞാൻ കാത്തു സൂക്ഷിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്തില്ലെന്നും പറഞ്ഞ് ആ മേൽകുപ്പായം പുറംകുപ്പായം ഊരിക്കളഞ്ഞ് അവൻ ഓടി രക്ഷപ്പെട്ടു. പൊത്തിഫാറിന്റെ ഭാര്യ അത് പൊക്കിപ്പിടിച്ച് ഒച്ച വെച്ചു. എല്ലാവരും എന്തിയേ? ആ ഹെബ്രായ ബാലൻ എന്നെ കയറിപ്പിടിച്ചു. അവനെ കാരാഗൃഹത്തിലിട്ടു. ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടി വന്നതിന്റെ പേരിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ജോസഫിനും ജീവിതത്തിൽ സഹനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തടവറ സ്വീകരിക്കേണ്ടി വന്ന ജോസഫ് അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ പഠിച്ചില്ല. അവൻ ചിന്തിച്ചു, ജീവിതത്തിലെ സന്തോഷങ്ങൾ നിമിഷങ്ങളിൽ മാത്രമല്ല സഹനങ്ങളിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും നിലനിർത്തി ആ കാരാഗ്രഹത്തിൽ അവൻ ഒതുങ്ങിക്കൂടിയപ്പോഴാണ് ദൈവത്തിന് അനുഗ്രഹം ആ കാരാഗ്രഹത്തിലേക്ക് വന്നതും അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിട്ട് ഉയർന്നതും. ധ്യാനങ്ങൾ കൂടിയവരുടെയും കൺവെൻഷനുകളിൽ പങ്കെടുത്തവരുടെയും ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ അത് ഞാൻ കൊടുക്കുന്ന ഉത്തരം ഇതാണ്. ഇപ്പൊ ഞാൻ പറയും കൈ പൊക്ക് സ്തുതിക്ക്, എല്ലാവരും കൈ പൊക്കുന്നു, സ്തുതിക്കുന്നു. പാട്ടുകാരൻ പറയുന്നു കൈയടിച്ച് പാട്. ബാബു ജോസാണെങ്കിൽ പറയുന്നു കൈയടിച്ച് പാടും. നിങ്ങൾക്ക് ഒരു മടിയില്ല, അടിപൊളി ജഗപ്പൊക. ഇപ്പം നിങ്ങൾ അങ്ങനെ നന്നായിട്ട് കൈയടിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു.
പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ആര് ഹല്ലേലൂയ പറയും? ആര് പ്രൈസ് ദി ലോർഡ് പറയും? ഇതാ ധ്യാനം കൂടി അവരെ ഏറ്റവും വലിയ ഡിഫക്റ്റ്, ഏറ്റവും വലിയ കുറവത. ഇന്നെല്ലാവരും തുള്ളിച്ചാടുന്നു, കൈ പൊക്കുന്നു, കൈയടിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഒരു കുറവുമില്ല. സഹനം വരുമ്പോൾ ജോബിനെ പോലെ പറയാൻ പറ്റുന്നില്ല. സഹനം വരുമ്പോൾ ജോസഫിനെ പോലെ ചിന്തിക്കാൻ പറ്റും. മറ്റുദാഹരണം ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ജീവിതത്തിലെ സഹനങ്ങളിൽ ഹബക്കുക്ക് ദൈവത്തോട് പരാതി പറഞ്ഞു, കർത്താവ്, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കും, അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകൾ ദുരിതങ്ങളും കാണാൻ എനിക്കങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമം ഇതാ എൻ്റെ കൺമുൻപിൽ, കലഹവും മത്സരവും തല ഉയർത്തുന്നു. സഹനങ്ങളിൽ തമ്പുരാൻ്റെ മുന്നിൽ പരാതിപ്പെട്ട ഹബക്കുക്ക്. പക്ഷെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു. ഹബക്കുക്കിൻ്റെ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൽ, പ്രിയമുള്ളവരെ, 17 തുടങ്ങി 19 വരെയുള്ള തിരുവചനങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലിയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എനിക്ക് ബലം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്നു. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യം എന്താ പറഞ്ഞത്? എത്ര നാൾ ഞാൻ സഹായത്തിന് വിളിച്ചപേക്ഷിക്കും, അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും എന്ന് പരാതിപ്പെട്ട ഹബക്കുക്ക് തിരിച്ചു പറഞ്ഞു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും ഞാൻ പ്രൈസ് ദി ലോർഡ് പറയും. മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും നിന്നുള്ള വിശ്വാസത്തിലും ഭക്തിയിലും ഞാൻ കുറവ് വരുത്തില്ല തമ്പുരാനെ. കോയമ്പത്തൂർ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ഒരു അന്ധനായ മനുഷ്യൻ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്. ഏറ്റവും പുറകിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ധ്യാനിക്കുന്നത്. അദ്ദേഹത്തിന് കാഴ്ചയില്ലാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം തളർന്നുപോയ വ്യക്തിയാണ്. 1-ാം ദിവസം പ്രസംഗം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്ത് പറ്റി? ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഈ ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് കാഴ്ചകൾ ഡൗണായി ഇപ്പോൾ ഒരു കണ്ണിൻ്റെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു, മറ്റേ കണ്ണിൻ്റെ 95% നഷ്ടപ്പെട്ടു. പച്ചൻ്റെ ജസ്റ്റ് നിഴൽ പോലെ മാത്രമേ എൻ്റെ ഭർത്താവിന് കാണാൻ കഴിയുള്ളൂ. ആ മനുഷ്യൻ കരമുയർത്തുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഞാൻ കണ്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് ദൈവം എനിക്കിത് തന്നു? എന്തുകൊണ്ട് ദൈവം എനിക്കിത് തന്നു? അച്ഛോ, എനിക്ക് ധ്യാനത്തിലൊന്നും ഇഷ്ടമില്ല. എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ വഴങ്ങി എൻ്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ധ്യാനത്തിന് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാനൊരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ, ജോബിൻ്റെ ഉദാഹരണം. ജോബിന് സഹനങ്ങളിൽ ഭക്തിയും വിശ്വാസവും നിലനിർത്താൻ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. ജോബ് ഒരു ഒട്ടുകഷ്ണമെടുത്ത് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോബിന്റെ ഭാര്യ പറഞ്ഞു, മനുഷ്യ, താനിപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ പഴിച്ചു പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യടോ. ഒരു ഭാര്യ കൊടുത്ത കൗൺസിലിംഗ്. ജോബ് 2:9. അതിന് മറുപടി ജോബ് 2:10. ജോബ് പറഞ്ഞു, നിർത്തടി, ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന നാം തിന്മകൾ കിട്ടുമ്പോൾ അതും സ്വീകരിക്കേണ്ടതല്ലയോ? അതിൻ്റെ പേരിൽ ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. സഹോദര, ജോബിനെ പോലെയാകണം, ജോബിൻ്റെ ഭാര്യയെ പോലെയാകരുത്. ജോബിൻ്റെ ഭാര്യയ്ക്ക് ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടു, സഹോദരനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഉപദേശം കൊടുത്തു. പിന്നെ ആ സഹോദരൻ ഞാൻ കണ്ടത് അങ്ങേറ്റ സന്തോഷത്തോടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അദ്ദേഹത്തിന് വയസ്സ് വെറും 40 ആയിട്ടുള്ളൂ. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ധ്യാന കേന്ദ്രത്തിൽ തിരിച്ചു പോയിട്ടുണ്ടാകും. ഞാൻ രാവിലത്തെ 10 മണി വരെ പ്രസംഗം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ. അദ്ദേഹം തിരിച്ചു പോയത് സന്തോഷത്തോടെയാണെന്ന് എനിക്കറിയാം. എത്രയോ മക്കൾ
ഇന്നിവിടെ വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ടാകാം. സഹനങ്ങൾ വന്നപ്പോൾ ഈ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തു പോകുന്നെങ്കിൽ നഷ്ടപ്പെടുത്തിയ ഭക്തിയും വിശ്വാസവും വീണ്ടെടുത്ത് സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുപോകുന്നവരായി നിങ്ങൾ തിരിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്.